പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കലയിൽ ഒരു വിദേശ പൗരന് മർദ്ദനമേറ്റ സംഭവം വലിയ വിവാദങ്ങൾക്കും ആശങ്കകൾക്കും വഴി തുറന്നിരിക്കുന്നു. ബീച്ചിലെത്തിയ വിദേശിയെ വാട്ടർ സ്പോർട്സ് തൊഴിലാളികൾ ആക്രമിച്ചു എന്ന പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും മർദ്ദനമേറ്റ വ്യക്തി നൽകിയ വ്യാജ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴപ്പത്തിലാക്കി. ഗ്രീസ് സ്വദേശിയാണെന്നും പേര് റോബർട്ട് എന്നാണെന്നും പോലീസിനോട് പറഞ്ഞ ഇയാള് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സ്വദേശിയാണെന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. ഇത് കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വർക്കലയിലെ അറിയപ്പെടുന്ന ബീച്ചുകളിലൊന്നിൽ കുളിക്കാനിറങ്ങിയ വിദേശിയെ വാട്ടർ സ്പോർട്സ് നടത്തുന്ന തൊഴിലാളികൾ തടഞ്ഞതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കടലിൽ ഇറങ്ങാൻ ശ്രമിച്ച ഇയാളെ തൊഴിലാളികൾ അനുവദിച്ചില്ല. ഇതേ തുടർന്ന് ഇരു വിഭാഗങ്ങളും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റമുണ്ടായി. ഇത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും സംഘർഷത്തിൽ വിദേശിയുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് സംഘം പരിക്കേറ്റ വിദേശിയെ ഉടൻ തന്നെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്നതിനിടെയാണ് ഇയാൾ ഗ്രീസ് സ്വദേശിയാണെന്നും പേര് റോബർട്ട് ആണെന്നും പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഇയാളുടെ പേര് വിവരങ്ങളിൽ സംശയം തോന്നിയ പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ തീരുമാനിച്ചു. മർദ്ദനമേറ്റ വ്യക്തി ഉപയോഗിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിന്റെ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിർണായകമായ വഴിത്തിരിവുണ്ടായി. വാഹനം വാടകയ്ക്കെടുത്ത് പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയ പേരും വിവരങ്ങളും വെച്ചായിരുന്നു അന്വേഷണം. ഇത് ഇയാൾ പോലീസിനോട് പറഞ്ഞ പേരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മർദ്ദനമേറ്റ വ്യക്തി ഗ്രീസ് സ്വദേശിയല്ല, മറിച്ച് ഇസ്രായേൽ സ്വദേശിയാണെന്ന് കണ്ടെത്തി. പാസ്പോർട്ടിലെ പേരും റോബർട്ട് എന്നല്ല, സ്വന്തം രാജ്യം, പേര് തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ പോലും മറച്ചുവെച്ച് ഇയാൾ എന്തിനാണ് പോലീസിനോട് കള്ളം പറഞ്ഞതെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാമ്പത്തികമായോ മറ്റു നിയമപരമായ കാര്യങ്ങളിലോ ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സംഭവം നടന്ന സമയം, സാഹചര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ വിദേശിയുടെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങൾ മറച്ചുവെക്കാൻ ശ്രമം നടന്നോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഒരുപക്ഷെ വ്യക്തിപരമായ കാര്യങ്ങളോ ഇസ്രായേൽ പൗരനായതുകൊണ്ടുള്ള പ്രത്യേക സാഹചര്യങ്ങളോ ആവാം ഈ കള്ളം പറയാൻ ഇയാളെ പ്രേരിപ്പിച്ചതെന്ന നിരീക്ഷണവും പോലീസ് നടത്തുന്നുണ്ട്. കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് വർക്കല. വർക്കലയിലെ ഇത്തരം സംഭവങ്ങൾ ടൂറിസത്തിന് വലിയ ദോഷം ചെയ്യുമെന്ന ആശങ്ക വ്യാപകമാണ്. വിദേശ വിനോദസഞ്ചാരികൾക്കെതിരെ വർക്കലയിൽ നടക്കുന്ന ആക്രമണ സംഭവങ്ങൾ മുൻപും വാർത്തയായിട്ടുണ്ട്. ഇത് ടൂറിസം മേഖലയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുമെന്ന ആശങ്ക പ്രദേശത്തെ ടൂറിസം പ്രവർത്തകരും വ്യാപാരികളും പങ്കുവെക്കുന്നു. വിദേശികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചോ എന്ന കാര്യവും പരിശോധിക്കേണ്ടതുണ്ട്. ഈ സംഭവത്തിലെ പ്രതികളെ എത്രയും വേഗം പിടികൂടി അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കേണ്ടതും അത്യാവശ്യമാണ്. ഒരു ടൂറിസം കേന്ദ്രം എന്ന നിലയിൽ വിദേശ സഞ്ചാരികളെ ആശ്രയിച്ചാണ് വർക്കലയുടെ സാമ്പത്തിക ഭാവിയുടെ ഒരു വലിയ ഭാഗം നിലകൊള്ളുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ വർക്കലയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ വിദേശികൾ തീരുമാനിച്ചേക്കാം. ഇത് പ്രദേശത്തെ കച്ചവടക്കാരെയും ടൂറിസം തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് ടൂറിസം മേഖലയെ സുരക്ഷിക്കുന്നതിനായി കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അധികാരികൾക്ക് മുകളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാക്കേണ്ടതുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. മർദ്ദനമേറ്റയാളുടെ പാസ്പോർട്ട് വിവരങ്ങൾ കൂടുതൽ വിശദമായി പരിശോധിച്ചു വരികയാണ്. കൂടാതെ ഇയാൾ വർക്കലയിൽ എത്തിയത് എന്താവശ്യത്തിനാണ്, ആരെല്ലാമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, എവിടെയാണ് താമസിച്ചിരിക്കുന്നത് തുടങ്ങിയ വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇയാളുടെ സുഹൃത്തുക്കളോ സഹയാത്രികരോ ഇവിടെ ഉണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. അതേസമയം പ്രതികളെന്ന് സംശയിക്കുന്ന വാട്ടർ സ്പോർട്സ് തൊഴിലാളികൾക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തുകയാണ്. വർക്കലയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന ഇത്തരം സംഭവങ്ങൾക്കെതിരെ ടൂറിസം വകുപ്പും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ടൂറിസം പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ബീച്ച് പരിസരങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നത് ഗുണകരമായേക്കാം. വിദേശ സഞ്ചാരികൾക്ക് നിർഭയമായി സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉറപ്പാക്കേണ്ടത് കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. ഈ സംഭവം വർക്കലയിലെ ടൂറിസം മേഖലയിൽ ഒരു പുതിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്.